ചെമ്പകപ്പൂക്കൾ ഭാഗം 15. പൊടിക്കുട്ടി, നീലമ്മ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കോ? പഞ്ഞോ. അവളെ നോക്കാതെ ബുക്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പൊടിമോള് പറഞ്ഞു. മോള് എന്നെ അമ്മയെന്ന് വിളിക്കോ? നീലുവിന്റെ ശബ്ദമിടറി. കസേരയിലിരിക്കുന്ന ലക്ഷ്മി അമ്മയുടെ മുഖത്ത് മടിയോടെ നോക്കി. അവരുടെ മുഖത്ത് ആശ്ചര്യവും പുഞ്ചിരിയുമാണെന്ന് കണ്ടതും അവളും വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. പൊടിമോള് തല ഉയർത്തി നോക്കി. വിളിക്കോ മോളെ? നീലു യാചിക്കും പോലെയാണ് ചോദിച്ചത്. പിച്ചൂല, നീലുമ്മയാ. പൊടിമോളുടെ നാവിൽ നിന്നും വന്നത് കേട്ട് നീലുവിന്റെ കണ്ണ് നിറഞ്ഞു. അവളുടെ കണ്ണ് നിറഞ്ഞു കണ്ടതും ബുക്ക് താഴെ വെച്ചിട്ട് നീലുവിന്റെ മടിയിൽ വന്നിരുന്നിട്ട് അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു. മോള് വെത്തേ പറഞ്ഞതാ, നീലുമ്മ കൈയല്ലേ? അല്ല, നീലുമ്മയല്ല, അമ്മ 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 കൈയല്ലേ? അവളുടെ ഇരു കവിളിലും മാറി മാറി മുത്തം കൊടുത്തിട്ടായിരുന്നു മോൾ അത് പറഞ്ഞത്. നീലുവിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. ഒന്നൂടെ വിളിക്കോ പൊന്നെ അമ്മേന്ന്? അമ്മേ. പൊടിമോളെ വാരി പുണർന്നുകൊണ്ട് മുത്തങ്ങൾ കൊണ്ട് മൂടിയവൾ. ലക്ഷ്മിയമ്മ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു ഇരുവരെയും. രക്തബന്ധം ഒന്നുമില്ലാതെ തന്നെ ആത്മബന്ധം കൊണ്ട് അമ്മയും മകളുമായി തീർന്നവർ. ആ കുഞ്ഞിന്റെയും അവളുടെ വളർത്തമ്മയുടെയും പരസ്പര സ്നേഹം അവരുടെ കണ്ണുകളും നിറഞ്ഞു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് കിച്ചു അങ്ങോട്ട് കയറി വരുന്നത്. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് അവനെ കണ്ടതും നീലുവിന്റെ മുഖം വാടി. അവന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് താൻ ഇവിടെ പറഞ്ഞതൊക്കെയും കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നി. എത്രയൊക്കെ ആയാലും ആ മനസ്സിൽ ആദിയേച്ചി മാത്രമേ മോളുടെ അമ്മയുടെ സ്ഥാനത്തുണ്ടാകൂ. താൻ രണ്ടാനമ്മയല്ലേ? മോള് കിച്ചുവിനെ കണ്ടപ്പോഴേക്കും അച്ഛേ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റോടി. താഴേക്ക് മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് പൊടിമോളുടെ കവിളിൽ മുത്തി കിച്ചു മോളെ ചേർത്ത് പിടിച്ചു. പിന്നെ പോക്കറ്റിൽ നിന്ന് ഒരു ഡയറി മിൽക്ക് എടുത്ത് മോൾക്ക് കൊടുത്തു. കിച്ചുവിന്റെ ഇരു കവിളിലും മാറി മാറി മുത്തം കൊടുത്തിട്ട് മോളും അതും കൊണ്ട് നീലുവിന്റെ അടുത്തേക്ക് പോയി. അമ്മേ, മിഠായി വീണു. ചോക്ലേറ്റ് നീട്ടിക്കൊണ്ട് പൊടിമോള് ചോദിച്ചതും വേണ്ടെന്ന തലയാട്ടി നീലു. അവളുടെ നോട്ടം കിച്ചുവിലേക്കായി. അവളെയും അമ്മയെയും വെറുതെ ഒന്ന് നോക്കി കിച്ചു മുറിയിലേക്ക് കയറിപ്പോയി. ദയനീയമായി അവൾ അമ്മയെ നോക്കി. ചെല്ല്, അവന് ചായ എടുത്തു കൊടുക്ക്. അമ്മ പറഞ്ഞതും എഴുന്നേറ്റു. മോള് അച്ഛമ്മയുടെ മടിയിൽ കയറി ഇരിക്കാൻ പോയി. കിച്ചുവിനുള്ള ചായ വെച്ച് മുറിയിലേക്ക് നടക്കുമ്പോഴും മോളെ കൊണ്ട് താൻ അമ്മയെന്ന് വിളിപ്പിച്ചത് കിച്ചേട്ടന് ഇഷ്ടായിട്ടുണ്ടാവില്ല എന്ന ചിന്തയായിരുന്നു നീലുവിന്. അകത്തേക്ക് ചെല്ലുമ്പോൾ കിച്ചു കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. ജോലിക്ക് പോയി വന്ന ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. കിച്ചേട്ടാ. മടിയോടെ വിളിച്ചതും മുഖമുയർത്തി അവൻ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അവന്റെ കയ്യിലെ ഫോണിൽ ആദിയുടെ ചിരിക്കുന്ന മുഖമാണ് അവൾ കണ്ടത്. ആ നിമിഷം ഉള്ളൊന്നു തേങ്ങിപ്പോയി. എന്തിനോ കണ്ണ് നിറഞ്ഞു. മുഖം കുനിച്ച് അവന് ചായ നീട്ടി. അവനത് വാങ്ങിക്കുമ്പോഴും മുഖമുയർത്തി നോക്കിയില്ല അവൾ. എന്തിനാ ഇങ്ങനെ മുഖം താഴ്ത്തി നിൽക്കണേ? കിച്ചുവിന്റെ ചോദ്യം കേട്ട് തല ഉയർത്തിയിരുന്നു അവൾ. അത് ഞാൻ ഞാൻ എന്റെ ആഗ്രഹം കൊണ്ടാ. തെറ്റായി പോയെങ്കിൽ ഇനി മോളെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെന്ന് കണ്ട് അവൻ അസ്വസ്ഥതയോടെ മുഖം തിരിച്ചു. ഫോണിന്റെ ഡിസ്പ്ലേ ഓഫ് ചെയ്തു വെച്ചു. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവൾ അവനെ നോക്കി. അപ്പോ കിച്ചേട്ടന് കുഴപ്പമില്ലല്ലേ? ഇല്ലെന്ന് അവൻ തലയാട്ടി. ചായ കുടിച്ചു തീർത്തുകൊണ്ട് ടേബിളിലേക്ക് വെച്ചു. അത്രയും നേരം അവർക്കിടയിൽ നിശബ്ദത പടർന്നു. വേദനയുണ്ടോ കിച്ചേട്ടാ ഇപ്പോഴും? അവൾ ചോദിച്ചപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം തന്നെ അവന് ഓർമ്മ വന്നത്. ഇവളിത് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ലായിരുന്നോ?
സ്വന്തം തലയിൽ ഒന്ന് തൊട്ടു നോക്കിയവൻ. വേദന ഇപ്പോഴും ഉണ്ട്, എങ്കിലും അവളോട് പറഞ്ഞില്ല. ഞാനൊന്ന് നോക്കട്ടെ. അതിനും അവനൊന്ന് മൂളി. എന്തോ കാലത്തിവിടെ നിന്നും പോയതുപോലെ ഒരു തെളിച്ചം അവന്റെ മുഖത്തില്ലെന്ന് കണ്ട് അവൾക്കും വല്ലാതെ തോന്നുന്നുണ്ടായിരുന്നു. മടിയോടെ അവനരികിൽ ചെന്ന് നിന്ന് അവന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ആ മുഴകണ്ട ഭാഗത്തേക്ക് നോക്കി. ഇപ്പോഴും ചെറിയൊരു തടിപ്പ് പോലെയുണ്ട്. ഇപ്പോഴും തടിപ്പുണ്ട് കിച്ചേട്ടാ, അവൾ പറഞ്ഞതിന് അവനൊന്ന് മൂളി. ഒന്നുകൂടെ അവനോട് അടുത്തിട്ട് അവന്റെ തലയിൽ തടവിക്കൊടുക്കാൻ തുടങ്ങി അവൾ. ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ മുഖം അവളുടെ മാറിന്റെയും വയറിന്റെയും അടുത്തായിരുന്നു. മനഃപൂർവ്വം നോക്കാതെ ഇരിക്കാൻ കണ്ണുകൾ അടച്ചിരുന്നവനിൽ അവളിൽ നിന്നുമുള്ള ഗന്ധം ഞെട്ടലുണ്ടാക്കി. ചെമ്പകപ്പൂവിൻ ഗന്ധം. ആദി. കണ്ണുകൾ അടച്ചു തന്നെ അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു. കണ്ണുകൾ നിറഞ്ഞു. കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നതും നീലു ഞെട്ടു. അപ്പോഴേക്കും അവൻ മുഖം അവളുടെ വയറിലേക്ക് ചേർത്ത് വെച്ചിരുന്നു. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവൻ തന്റെ ചുണ്ടുകൾ അവിടെ അമർത്താൻ തുടങ്ങിയതും അവളുടെ ശ്വാസമുയർന്നു. പതിയെ അവന്റെ മുടിയിഴകളെ തഴുകി. അവന്റെ ചുണ്ടുകൾ ചുരിദാർ ടോപ്പിന് മുകളിലൂടെ അവളുടെ നാഭിചുഴിയിൽ പതിഞ്ഞു. അവളൊന്ന് ഏങ്ങിപ്പോയി. കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. അവന്റെ മുടിയിഴകളിൽ പിടിച്ച് തന്നിലേക്ക് അമർത്തി. വീണ്ടും അവളുടെ അണിവയറിലേക്ക് തന്റെ കവിൾ ചേർത്ത് വെച്ച് അരക്കെട്ടിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചു. ആദി. അവനിൽ നിന്നും ഉതിർന്നു വീണ ആദിയുടെ പേര് കേട്ട് നീലു ഞെട്ടി. ആദിയേച്ചിയാണെന്ന് കരുതിയാണോ എന്നോടൊപ്പം ഇങ്ങനെ? കണ്ണുകൾ നിറഞ്ഞു വന്നു. അവനെ തള്ളി മാറ്റി അവൾ നീങ്ങി നിന്നു. അപ്പോഴാണ് അവനും ബോധം വരുന്നത്. നീലുവാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് കണ്ടതും അവൻ പകച്ചുപോയി. കണ്ണുകൾ നിറച്ച് ചുണ്ടുകൾ വിതുമ്പി നിൽക്കുന്നവളെ കണ്ടതും അവന് കടുത്ത കുറ്റബോധം തോന്നി. നീലിമ. ഇടർച്ചയോടെ വിളിച്ചെങ്കിലും അവന്റെ വിളി കേൾക്കാൻ നിൽക്കാതെ വേഗം തിരിഞ്ഞുകൊണ്ട് അവൾ ചായ ഗ്ലാസും എടുത്ത് അടുക്കളയിലേക്ക് പോയി. വല്ലാത്തൊരു കുറ്റബോധം തോന്നി അവന്. ആദിയാണെന്ന് കരുതിയാണ് താൻ. എന്തുകൊണ്ടോ ആദി മരിച്ചു പോയെന്ന് ഒരു നിമിഷം മറന്നുപോയി. തെറ്റായിപ്പോയി. ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് മറ്റൊരു പെണ്ണിന്റെ പേര് വിളിച്ചുകൊണ്ട് അവളോട് അടുത്തിടപഴകുന്നത്. അവൾ തന്നെപ്പറ്റി എന്ത് കരുതി കാണും? സ്വയം പുച്ഛം തോന്നിപ്പോയി അവന്. ടേബിളിലിരിക്കുന്ന ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കി. ആദി, എന്നോട് ക്ഷമിക്കും മോളെ, നീയാണെന്ന് കരുതിയാ ഞാൻ. അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അപ്പോഴും ആദി അവനെ നോക്കി ചിരിക്കുകയായിരുന്നു. മോളുടെ അടുത്തിരിക്കുന്നുണ്ടെങ്കിലും നീലുവിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആ മനസ്സിൽ നിന്നും ഒരിക്കലും ആദിയേച്ചി പോയില്ലെന്നറിയാമെങ്കിലും തന്നെ ചേർത്ത് പിടിച്ചപ്പോൾ അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് കരുതിപ്പോയി. വെറും മണ്ടിയാണ് താൻ. കിച്ചേട്ടൻ ഒരിക്കലും തന്നെ സ്നേഹിക്കാൻ കഴിയില്ല. കാലത്ത് തന്നോട് എന്തൊക്കെയോ പറഞ്ഞെന്ന് കരുതി വെറുതെ താൻ അതെല്ലാം വിശ്വസിച്ചു. കണ്ണ് നിറയുന്നത് പുറം കൈകൊണ്ട് തുടച്ചുകൊണ്ടിരുന്നു. അമ്മ, എന്തിനാ കയ്യണേ? അവളുടെ ചോദ്യം കേട്ടപ്പോഴാണ് മോള് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത്. അമ്മ കരഞ്ഞില്ലല്ലോ പൊന്നോ? മോള് കണ്ടല്ലോ. ഇല്ല കേട്ടോ, അത് അമ്മയുടെ കണ്ണില് പൊടി പോയതാ. ആനോ? ആന്നേ. ചിരിയോടെ പറഞ്ഞിട്ട് മോളെ വാരിയെടുത്തു. നമുക്ക് അപ്പൂപ്പന്റെ അടുത്ത് പോവാം. ഉത്സാഹത്തോടെ പൊടിമോൾ തലയാട്ടി. അവൾക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ജോലിക്ക് പോയിട്ട് വരുമ്പോഴെല്ലാം അവൾക്ക് മിഠായി കൊണ്ടു കൊടുക്കും, ഐസ്ക്രീമും. പിന്നെ കഥയൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് നടക്കും. അതുകൊണ്ട് തന്നെ മോൾക്ക് ഭയങ്കര കാര്യമാണ്. അച്ഛനും അതെ. അവളെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ എപ്പോഴും പറയുന്നത് കേൾക്കാം, പണ്ട് തന്നെ അതുപോലെ എടുത്തുകൊണ്ട് നടന്നിരുന്നതിൻ്റെ ഓർമ്മ വരുന്നുവെന്ന്. ഇത് എൻ്റെ പേരക്കുട്ടി തന്നെയാണെന്നൊക്കെ. കിച്ചു മുറിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ നീലുവും പൊടിമോളും അവിടെ ഉണ്ടായിരുന്നില്ല. അവരെന്തേ അമ്മേ? നീലു മോളെയും കൂട്ടി അച്ഛൻ്റെ അടുത്തേക്ക് പോയി. വെറുതെയൊന്ന് മൂളി അവൻ TV ഓൺ ചെയ്തു. പല ചാനലുകളും മാറ്റി മാറ്റി നോക്കുന്നുണ്ടെങ്കിലും മനസ്സ് എവിടെയും ഉറച്ചു നിൽക്കുന്നില്ല. ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത പോലെ.
ലക്ഷ്മി അമ്മ എല്ലാം കണ്ടെങ്കിലും ഒന്നും ചോദിക്കാൻ നിന്നില്ല. അവന്റെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥതയുണ്ടെന്ന് അവർക്ക് തോന്നി. അമ്മേ, നീലിമ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്ത്? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ മോനെ കാര്യം? ഒന്നുമില്ല. കിച്ചു, നിനക്കിപ്പോഴും അവളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? കിച്ചു ഒന്ന് പരിങ്ങി. എന്ത് പറയണം? സ്നേഹിക്കുന്നുണ്ടെന്നോ അതോ ഇല്ലെന്നോ? സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നുണയായി പോകും. ആദിയുടെ സ്ഥാനത്ത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും തന്റെ ഭാര്യയാണ് നീലിമ എന്ന് താൻ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ആദി മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാകാം ഇന്ന് അവളോട് അങ്ങനെ പെരുമാറിപ്പോയത്. തെറ്റായിപ്പോയി. കിച്ചു, അമ്മ വീണ്ടും വിളിക്കുന്നത് കേട്ടതും ആലോചനയിൽ നിന്നും ഞെട്ടി ഉണർന്നു. ഞാൻ ചോദിച്ചതിന് നീ മറുപടി തന്നില്ലല്ലോ. നിനക്കിപ്പോഴും നീലുവിനെ സ്നേഹിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതോ ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? ആരും പറയണ്ടല്ലോ, എനിക്കറിയാലോ നിന്നെ. എല്ലാം അറിഞ്ഞിട്ട് അമ്മ തന്നെ ഇങ്ങനെ പറയണം. കിച്ചു, മരിച്ചവരൊരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷെ ജീവിക്കുന്നവർക്ക് ജീവിച്ചേ മതിയാകൂ. ഇപ്പോഴും നീ ആദിയുടെ ഓർമ്മയിൽ കഴിയുന്നത് എനിക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട്. ആദിയെ മറക്കണമെന്നല്ല, പക്ഷെ നീലുവിനെ നീ ഒന്ന് പരിഗണിക്കണം. അവള് നിന്റെ ഭാര്യയാണ്. നിന്റെ കുഞ്ഞിനെ സ്വന്തം മോളെ പോലെയാണ് അവള് നോക്കുന്നത്. ഇക്കാലത്ത് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് തന്നെ ആ കുഞ്ഞ് അവളെ അമ്മ എന്ന് വിളിച്ചപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടതാണ്. അവൾ അത്രയും ആഗ്രഹിച്ചതാണ് പൊടിമോളുടെ നാവിൽ നിന്ന് അമ്മ എന്നുള്ള വിളി. ആ സന്തോഷം എത്രയാണെന്ന് നിനക്കറിയാൻ കഴിയോ? അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ. പൊടിമോള് നീലിമയെ അമ്മ എന്ന് തന്നെ വിളിച്ചോട്ടെ, ഞാൻ എതിർത്തൊന്നുമില്ലല്ലോ. നിനക്കിനി അവളെ സ്നേഹിക്കാൻ എന്നാ കിച്ചാ പറ്റുക? ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസേ ആയിട്ടുള്ളൂ. അതുവരെ ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യമാണ് കൊണ്ടു നടന്നിരുന്നത്. ഇപ്പോഴും അതിന് മാറ്റമില്ല. പക്ഷേ നീലിമയെ ഞാൻ പരിഗണിക്കാതെ ഇരുന്നിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ഭാര്യ, എനിക്കറിയാം അവൾ എൻ്റെ ഭാര്യയാണെന്ന്. കല്യാണത്തിൻ്റെ സമയത്ത് പറഞ്ഞതുപോലെ അല്ലല്ലോ, ഞാനിപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. അധികം വൈകാതെ എനിക്ക് സ്നേഹിക്കാനും കഴിയും അമ്മേ. അങ്ങനെ പറയുമ്പോഴും അവൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ?